കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറിതൊട്ട മതിലരികിൽ. ഹൗ റൊമാൻറ്റിക് ഹി ഈസ്. മറ്റു പെമ്പിള്ളേരുടെ മനസ്സിളക്കുന്ന അയാള് കല്യാണത്തിന് ശേഷം നിന്റെ മനസ്സിളക്കില്ലേ? ദിവസവും എത്ര കിസ് ചെയ്തു, എത്ര ഹഗ് ചെയ്തു എന്നൊക്കെ ഒരു ബുക്ക് എടുത്ത് കഥ പോലെ എഴുതുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, നിന്റെ ആള് സിനിമ റൊമാൻറ്റിക് ഫെലോയാ. ഇതെന്തു പറ്റി? ഞാനെന്ത് തെറ്റിയത് പോലെയാണല്ലോ ഇവളെന്നെ നോക്കുന്നേ. മുൻപേ നടന്ന് പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. വിട്ടാ താൻ വീഴും. ഞാൻ അങ്ങനൊന്നും വീഴില്ല. ഓൾറെഡി വീണ് കഴിഞ്ഞല്ലോ. എന്തിനാ ഇദ്ദേഹം എല്ലാം ഡബിൾ മീനിങ് തന്നെ പറയുന്ന? വിടാനല്ലേ പറഞ്ഞേ? ഇനി പറ, വിടണോ? അല്ല, ഇതൊക്കെ എന്തിനാ നീ ചെയ്യുന്നത്? എന്തൊരു ചോദ്യായത്? കാര്യം പറഞ്ഞല്ലോ. കല്യാണത്തിന് മുമ്പേ അവർ രണ്ടാളും മനസ്സുകൊണ്ടൊന്നാവണം. മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി മാറണം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയാ ഞാനീ ചെയ്യുന്നൊക്കെ.
അങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടാണോ? സ്ട്രെയിറ്റ് ആയിട്ടാ പോണ്ടേ. സ്ട്രീറ്റോ? വരുന്നില്ലേ? എങ്ങനെയാ വരുന്നേ? ഞാൻ വന്നതുപോലെ വരണം. എന്നുവെച്ചാ ഇദ്ദേഹത്തെ പോലെ ഞാനും ചാടി പോണോന്നാ? എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നെ? ഒന്നുമില്ല. എന്നാ വാ ഇങ്ങോട്ട്. അല്ല, ഇതിനു മുമ്പ് താൻ ഇതുവഴി വന്നിട്ടില്ലേ? എന്താ? കൈ ഇങ്ങോട്ട് താ. എന്തിന്? ഞാൻ പിടിച്ചിറക്കാം. ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. താഴെ വീഴും. ഞാൻ വീഴില്ലെന്ന് പറഞ്ഞില്ലേ? ശരി, എന്നാ ഇറങ്ങാം. ദൈവമേ, ദൈവമേ, എന്റെ ദൈവമേ. എടി വസു, നിനക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെ? ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചേ പറ്റുള്ളൂ. പെട്ടെന്ന് വാന്നേ. ഇതെന്താ ഇദ്ദേഹം ഒറ്റയ്ക്ക് പോകുന്ന? എന്തുപറ്റി? നോർമലി ഞാനിതൊക്കെ ചാടി വരുന്നതാണ്. ഓക്കെ. ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഗുഡ്. ഇതുവരെ ഞാൻ അങ്ങനെ വീണിട്ടില്ല. വെരി ഗുഡ്. ഇപ്പൊ ചിലപ്പോ വീണ നിങ്ങൾക്ക് നഴ്സറി ആര് കാണിച്ചു തരും? ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് തിരിച്ച് വെറുതെ പോവാൻ പറ്റില്ലല്ലോ.
മരുമക്കളെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മരുമകളുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും ആഗ്രഹിക്കുന്ന അമ്മായിയമ്മയെ നിന്നിലാണ് ഞാൻ കാണുന്നത് സുശീല. അതിന് ഞങ്ങൾ അമ്മായി മരുമോളും ഒന്നും അല്ല, അമ്മയും മോളും തന്നെയാ. ഇനി മേലിൽ ഇങ്ങനെ പറയാൻ പാടില്ല. നിന്നെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു സുശീല. നിന്നെപ്പോലെ ഒരാളുടെ ഭർത്താവാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ചുമ്മാ ഇരിക്കുന്നേ. മറ്റുള്ളവർ പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് സംസാരിക്കല്ലേ. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, എല്ലാം എന്റെ കടമയല്ലേ. നിന്നെപ്പോലെ ഉത്തമയായ ഒരാളുടെ വയറ്റിൽ അങ്ങനെ ഒരു വൃത്തികെട്ടവൻ എങ്ങനെ ജനിച്ചെന്നാ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാവും അങ്ങനെ ഒരുത്തൻ ജനിച്ചത്. വസുവിന് ഞാൻ അമ്മയാണെങ്കിൽ ഏട്ടൻ അച്ഛനല്ലേ. എന്റെ നല്ല ഗുണങ്ങൾ മാത്രമല്ല, ഏട്ടന്റെ നന്മകളും കൂടി അവക്കുണ്ട്. നമ്മുടെ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മം കൊടുക്കാനല്ലേ പറ്റൂ, അവരുടെ തലയിലെടുത്ത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അത് സത്യമാണ് സുശീല. നമ്മൾ ചെയ്ത പാപമാണോ അതോ നമ്മുടെ വളർത്തുദോഷമാണോ അവൻ അങ്ങനെ ആയിപ്പോയി. വസുവിനെ ഏറ്റെടുത്ത് ആ പാപം നമ്മൾ എങ്ങനെയൊക്കെയോ കഴുകിക്കളഞ്ഞു. ഹലോ സാർ. ഹലോ. കീർത്തിയുടെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റി സാർ. വാട്ട്? എപ്പോഴായിരുന്നു? ഇപ്പൊ തന്നെ അനുവും കീർത്തിയും കളിച്ചോണ്ടിരുന്നപ്പോ കീർത്തിയുടെ കാല് ചെറുതായി തട്ടി. ഓക്കെ ഞാനിതാ വരുന്നു. ഓക്കെ സാർ. തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞാൻ പൊയ്ക്കോളാം. അത് കുഴപ്പമില്ല. ആദ്യം കുഞ്ഞിന്റെ കാര്യം നോക്കാം, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. എനിക്ക് വേദനിക്കുന്നു, എന്റെ കാല് വേദനിക്കുന്നു. അച്ഛാ, എന്റെ കാല് എനിക്ക് വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് കാല് വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു. ഇല്ല മോളെ, കരയണ്ട, എനിക്ക് വേദന എടുക്കുന്നു. അയ്യോ, ഒരു ചെറിയ മുറിവ് പറ്റിയതിന് ഈ കൊച്ചി ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കി ആൾക്കാരെ അറിയിക്കുന്നത്. അതിന്റെ കൂടെ വീട്ടിലുള്ള എല്ലാവരും ചുറ്റിലും നിന്ന് സമാധാനിപ്പിക്കണം. ഏട്ടത്തി, ആരാ വരുന്നത് നോക്ക്. എനിക്ക് വേദനിക്കുന്നു. കീർത്തി, ഓ മൈ ഗോഡ്. എനിക്ക് കാല് വേദനിക്കുന്നു. നോക്കട്ടെ മോളെ, കാല് കാണിക്ക്. സെപ്റ്റിക് ആയെന്ന് തോന്നുന്നു. വാ, ഹോസ്പിറ്റലിലേക്ക് വാ. അതിന്റെ ആവശ്യമില്ല, ഇപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ചേച്ചി, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തുളസിയിലയും ഒരുമിച്ച് ചേർത്തരച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുമോ? ശരി. ഓ, എന്താ മോളെ, വേദനിക്കുന്നോ? ഒന്നുമില്ല. ഒന്നുമില്ല, പെട്ടെന്ന് ശരിയാവട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു അച്ഛാ. വസു, ഇപ്പൊ ശരിയാവട്ടോ, കരയല്ലേ. അച്ഛാ, എനിക്ക് വേദനിക്കുന്നു അച്ഛാ. എന്താ മോളെ നീ ചെയ്യുന്നേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാതെ തുളസിയിലയും മഞ്ഞപ്പൊടി ഇട്ട് പിഴിഞ്ഞൊഴിച്ചാ മുറിവുണങ്ങോ? ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപേ ഉണങ്ങിക്കോളും. ഒരിക്കൽ ഉണ്ണിയുടെ കാല് മുറിഞ്ഞപ്പോഴും
ഞാൻ ഇങ്ങനെ തന്നെയാ ചെയ്തത്. പെട്ടെന്ന് ശരിയായി. എനിക്ക് എന്തോ ഈ നാട്ടുവൈദ്യത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അത് നാട്ടുവൈദ്യമല്ല സുമംഗലേ, പഴക്കം ചെന്ന ആയുർവേദം. മഞ്ഞളിലും തുളസിയിലും നല്ല ശക്തിയുള്ള ഔഷധങ്ങളുണ്ട്. അത് ഉടൻ തന്നെ മുറിവ് ഭേദമാക്കും. കീർത്തി, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? വേദന കുറച്ച് കുറഞ്ഞു അച്ഛാ. താങ്ക് ഗോഡ്. കീർത്തി, താങ്ക്സ് പറയ്. താങ്ക് യു. നാളെ രാവിലെ ആവുമ്പോഴേക്കും വേദനയൊക്കെ പോവും കേട്ടോ. അപ്പൊ മോക്ക് പഴയ പോലെ കളിക്കാം. ഞാനിനി കളിക്കാൻ പോവില്ല. ഞാനും ഇനി കളിക്കാൻ പോവില്ല. കളിക്കാൻ പോയാ കാല് മുറിയും. കാല് മുറിയെന്ന് വിചാരിച്ച് കളിക്കുന്നത് കാര്യങ്ങൾ നിർത്തുവോ? നന്നായിട്ട് കളിച്ചു വളരണം, എന്നാലേ ആരോഗ്യം കിട്ടും. അത് വളരെ ശരിയാ. ആരോഗ്യമാണ് വളരെ പ്രധാനം. ആഹാ, എല്ലാരും കൊടുത്ത് മാറിക്കേ. കീർത്തി കുറച്ച് നല്ല കാറ്റ് കൊള്ളട്ടെ. എന്തെങ്കിലും കഴിച്ചോ മക്കളെ? ആ. അപ്പൊ ശരി, മക്കള് പോയി ഉറങ്ങിക്കോ. ഉറങ്ങിക്കഴിഞ്ഞാ വേദന അറിയില്ല. താങ്ക്സ് അലോട്ട്. അയ്യോ, എന്തൊക്കെയായിട്ട് ഈ വീട്ടിൽ നടക്കുന്നത്? ഈ വീട്ടിൽ നമ്മൾ മുതിർന്നവരുള്ള കാര്യം എല്ലാവരും അങ്ങ് മറന്നുപോയോ? ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന്, അതും രാത്രിയൊന്നോ പകരൊന്നോ അല്ലാതെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അല്ല, കല്യാണത്തിന് മുന്നേ ഏട്ടത്തി ഇങ്ങോട്ട് വന്നായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണെങ്കിൽ പിള്ളേരുടെ പിറന്നാള്, അതിന് വന്നൊരു അർത്ഥം ഉണ്ടെന്ന് വെക്കുക. ഇന്നെന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വന്നത്? ആ മൂർത്തിയും സുശീലയും കണ്ടിട്ട് സാധാരണ ആൾക്കാരെ പോലെ തോന്നില്ലേടത്തി. അവര് മനഃപൂർവ്വ ആ വസുവിനെ നമ്മുടെ അബിയുടെ തലയെ കെട്ടിവെക്കുന്നേ. കുറച്ചു മുമ്പേ ഞാൻ ബോബിയോട് ചോദിച്ചേ ഉള്ളൂ. അബിയും വസുവും ഇന്ന് മുഴുവൻ ആ നഴ്സറി മൊത്തം രണ്ടുപേരും ഒരുമിച്ച് കറങ്ങുമായിരുന്നു. അതും പോരാഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കയറി വന്നു. കല്യാണത്തിന് മുന്നേ അബിക്ക് ഭാര്യയായതുപോലെ, കുട്ടികൾക്ക് അമ്മയായതുപോലെ അധികാരം ഏറ്റെടുക്കാൻ തുടങ്ങിയ ഏട്ടത്തി. എന്നാൽ ഏട്ടത്തി വീട്ടില് വന്നതോ വന്ന് ഏട്ടത്തിയോട് ഒരു വാക്ക് സംസാരിച്ചോ? അതുപോലും ചെയ്തില്ല. നേരെ പോയി കുട്ടികളുടെ അടുത്ത് ചെന്നങ്ങിരുന്നു. അബിയുടെ അടുത്തുനിന്ന് നല്ല പേര് വാങ്ങിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ ഏട്ടൻ അവളെ സൈഡാവുന്ന ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം ഏട്ടത്തിയുടെ മരുമോള് ഭാവനയുടെ ബുദ്ധി. ഏട്ടത്തി, ചേച്ചി അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാന്ന് അധികാരത്തോട് ചോദിച്ചില്ലേ? അപ്പോഴും അത് ചെയ്യണോ വേണ്ടോ എന്ന് ഏട്ടത്തിയോടൊന്നും ചോദിച്ചില്ലല്ലോ. ഭാവനയെ പോലെ അവളും സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുത്തു തുടങ്ങി. ഇതെവിടെ ചെന്ന് അവസാനിക്കൂന്ന് എനിക്ക് ഒരു പിടിയില്ല ഏട്ടത്തി. കല്യാണത്തിന് മുന്നേ എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഏട്ടത്തി അനുസരിക്കുവോ? പായ ചുരുട്ടുന്നത് പോലെ ചുരുട്ടി ഒരു മൂലയ്ക്ക് വെക്കും. ഞാനുള്ളപ്പോ തന്നെ ഏട്ടത്തിയുടെ അവസ്ഥ ഇതായിപ്പോയല്ലോ. എന്തൊക്കെ കാണണം. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും അങ്ങ് പോയിരുന്നെങ്കിൽ ഇതൊന്നും കാണണ്ടായിരുന്നു. ഏട്ടത്തിയുടെ സങ്കടം കാണാനാണോ ഞാൻ ജീവനോടെ ഇരിക്കുന്നേ? തലവിധി, ഒക്കെ എന്റെ തലവിധി. ഛേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉറുമ്പ് കടിച്ച ഭാവം പോലും ഇല്ലല്ലോ. അതിനർത്ഥം ഞാൻ കൊടുക്കുന്ന ഡോസ് ഒന്നും ഏൽക്കുന്നില്ലെന്നല്ലേ? എന്തോ ആവട്ടെ. ഏട്ടത്തി നന്നായിരിക്കാൻ വേണ്ടിട്ടാ ഞാനിതൊക്കെ പറയുന്നത്. ഏട്ടത്തിന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ കുറച്ച് താന്നു കൊടുത്താ തലേ കയറി നിരങ്ങും ഇവളുമാര്. മരുമക്കളെ ഇപ്പോഴേ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിലയ്ക്ക് നിൽക്കില്ല. ബാക്കി ഏട്ടത്തിയുടെ ഇഷ്ടം. വസുവിനെ എന്തിനാ അബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭാവനെ? അതും ഈ നേരത്ത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. സർപ്രൈസ് ആയിട്ടുണ്ട്.
ഞാനാ ഫാസ്റ്റ് എന്ന് വിചാരിച്ചേ അബിയേട്ടൻ എന്നെക്കാളും ഫാസ്റ്റ് ആണല്ലോ ഏട്ടാ. നിന്നെക്കാളോ? എന്നെക്കാളും ഫാസ്റ്റ് ആയിരിക്കടാ അവൻ. ഏട്ടൻ ഫാസ്റ്റാ? എന്താ ഞാൻ ഫാസ്റ്റ് അല്ലേ? ഏട്ടൻ ആമയാ, അല്ലാതെ മുയലൊന്നും അല്ല. അതിന് ഞാൻ അത്രയ്ക്ക് സ്ലോ ഒന്നും അല്ലടാ.